തീരാനോവായി അവർ 9 പേർ. വാൽപ്പാറ അപകടത്തിൽ മരണമടഞ്ഞവർക്ക് നാടിന്റെ യാത്രാമൊഴി. പാങ്ങ് GLP സ്കൂളിലെ അധ്യാപകരായ അജിത, ആശ, റംല, സുഹറ, മജീദ്, അദ്ദേഹത്തിന്റെ ഭാര്യ റുഖിയ, സ്കൂളിലെ പാചക ജീവനക്കാരി സാജിദ, സുഹറ ടീച്ചറുടെ മകൻ ഹാഷിം എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പാങ് അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരങ്ങളാണ് ഒത്തുചേർന്നത്. അബ്ദുൾ മജീദ് മാഷിന്റെയും ഭാര്യ റുഖിയയുടെയും ഖബറടക്കം പാങ്ങ് മാട്ടാത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും, സുഹറ ടീച്ചറുടെയും മകൻ ഹാഷിമിന്റെയും ഖബറടക്കം ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലും, സാജിദ, ഷക്കീല, റംല എന്നിവരുടെ ഖബറടക്കം പാങ്ങ് വലിയ ജുമാ മസ്ജിദ് പള്ളി ഖബർസ്ഥാനിലും നടന്നു. ആശ ടീച്ചറുടെ സംസ്കാര ചടങ്ങുകൾ കൊളത്തൂർ തറവാട്ട് വീട്ടിലായിരുന്നു. അജിത ടീച്ചറുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ഷൊർണൂർ ശാന്തി തീരത്ത് നടക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അപകടത്തിൽ മരണമടഞ്ഞവരുടെ വീടുകൾ സന്ദർശിക്കാനെത്തും. CB അനുമോദ് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനുമോദ്, നാടിനെ നടുക്കിയൊരു ദുരന്തം, അതിൽ 8 പേരുടെ ഖബറടക്കം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരാൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ സംസ്കാരത്തിനുള്ള? അനുശ്രീ, അല്പസമയത്തിനകം തന്നെ അജിത ടീച്ചറുടെ മൃതദേഹം പുലാമന്തോളിൽ നിന്ന് ഷൊർണൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. അജിത ടീച്ചറുടെ മക്കൾ 2 പേരും പുറത്തായിരുന്നു. ഒരാൾ കാൺപൂരിലും മറ്റൊരാൾ ആയുർവേദ പരീക്ഷ എഴുതുവാൻ പോയിരുന്നു. അപ്പോൾ ഇവർ എത്താനുള്ളൊരു കാലതാമസമാണ് സംസ്കാര ചടങ്ങുകൾക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള നേരം വൈകിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. 5:30 വീട്ടിൽ നിന്നും ഷൊർണൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മജീദ് മാഷ് വീടിൻ്റെ അടുത്താണ്. മജീദ് മാഷ് വീടാണ് നമ്മൾ കാണുന്നത്. മജീദ് മാഷും ഭാര്യ റുഖിയയും ഈ അപകടത്തിൽ മരിച്ചിരുന്നു. ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു അപകടത്തിൽ മജീദ് മാഷിൻ്റെ വിയോഗം നാടിനെ വല്ലാതെ നടുക്കിയിരുന്നു. അദ്ദേഹത്തിന് കാഴ്ചശേഷിയില്ലാത്ത ഒരു അധ്യാപകനായിരുന്നു. 90% അദ്ദേഹത്തിന് കാഴ്ചയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയായിരുന്നു അത് സദാ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്തത സഹചാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു വീട് എന്നുള്ളത്. ഇതൊരു 4 മാസം മുമ്പാണ്, പെരുന്നാളിൻ്റെ സമയത്താണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അദ്ദേഹം ഇവിടെ താമസമാക്കിയത്. പക്ഷേ അധികം കാലം താമസിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അതിനു മുമ്പ് വിധി ഒരു അപകടത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെയും ഭാര്യയെയും കവർന്നെടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി, അവരും കാഴ്ചശക്തി ഇല്ലാത്ത സ്ത്രീയാണ്. അവർ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. മജീദ് മാഷിന് മക്കളില്ല. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിലെ ഏറ്റവും വലിയ ഒരു വേദനയായിട്ട് മജീദ് മാഷിൻ്റെ വിയോഗം ഈ നാടിന് മാറുകയാണ്. മറ്റ് അധ്യാപകരുടെയും സംസ്കാര ചടങ്ങുകളൊക്കെ ഉച്ചയോടെ തന്നെ പൂർത്തിയാക്കി. ഏറ്റവും അല്പസമയം മുമ്പ് നടന്നത് ആശ ടീച്ചറുടെ സംസ്കാര ചടങ്ങുകൾ കുളത്തൂർ തറവാട്ട് വീട്ടിലായിരുന്നു നടന്നത്. എന്നാണെങ്കിലും നാടൊന്നാകെ ഈ ഒരു വിയോഗത്തിൽ ഒന്നിച്ച് കണ്ണീരിലാവുന്ന കാഴ്ചയായിരുന്നു നമ്മൾ രാവിലെ പൊതുദർശന വേദിയിൽ കണ്ടത്. ആയിരക്കണക്കിന് നാട്ടുകാരാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത്. അതുപോലെ തന്നെ ഈ അവസാനം ഈ പൊതുദർശനമൊക്കെ നിയന്ത്രിക്കുന്നതിൽ വരെ വളരെ പാടുപെടേണ്ടി വന്നു സംഘാടകർക്ക്. എന്നാണെങ്കിലും അത്ര വേഗത്തിൽ ഈ ഒരു ദുരന്തത്തിൻ്റെ മുറിവ് ഈ നാടിൻ്റെ ഹൃദയത്തിൽ നിന്നും മായില്ല. എന്തെല്ലാം പകരം സംവിധാനങ്ങൾ ഒരുക്കിയാലും ഇത് തീരാവേദനയായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. എന്താണെങ്കിൽ ആ സ്കൂളിൻ്റെ അവസ്ഥ, ആ സ്കൂളിലെ 8 അധ്യാപകരാണുള്ളത് പള്ളിപ്പറമ്പ് സ്കൂളിൽ. അതിൽ 5 പേരാണ് ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. ആ സ്കൂളിലേക്ക് പുതിയ അധ്യാപകരെ നിയോഗിക്കും എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം കൂടുതൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുമെന്ന് പറയുന്നു. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് എത്തുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അദ്ദേഹം ആദ്യം എത്തുന്നത് പാങ്ങ് ഈ ചേണ്ടിയിലുള്ള മജീദ് മാഷിയുടെ വീട്ടിലേക്കാണ്. ഇതിനുശേഷം അദ്ദേഹം മറ്റ് വിയോഗം ഉണ്ടായ മറ്റ് വീടുകളിലേക്കും പോകും. അവരെല്ലാം തന്നെ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. VD സതീശൻ, അദ്ദേഹത്തോടൊപ്പം മഞ്ഞളാംകുഴി അലി MLA, മങ്കട MLA ആയിട്ടുള്ള മഞ്ഞളാംകുഴി അലി, ഒപ്പം VS ജോയി, മറ്റ് കോൺഗ്രസ് നേതാക്കളൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അവരിപ്പോൾ മജീദ് മാഷിൻ്റെ വീട്ടിലാണ് ആദ്യം സന്ദർശനം നടത്തുന്നത്.
മജീദ് മാഷിൻ്റെ ബന്ധുക്കളെ, കുടുംബാംഗങ്ങളെ അദ്ദേഹം കാണും. മജീദ് മാഷിൻ്റെ കാഴ്ചശേഷിയില്ലാത്ത പെങ്ങൾ മാത്രമാണ്, സഹോദരി മാത്രമാണ് ഇനിയിപ്പോൾ ഈ വീട്ടിൽ അവശേഷിക്കുന്നത്. വലിയ ദുഃഖമാണ്. ഇവർക്കെല്ലാം താങ്ങും തണലുമായിരുന്നത് മജീദ് മാഷിൻ്റെ ഭാര്യ റുഖിയായിരുന്നു. അവരായിരുന്നു ഈ സഹോദരിയുടെയും മജീദ് മാഷിൻ്റെയൊക്കെ ആശ്രയവും സഹായവും എല്ലാം. ഏത് ഘട്ടത്തിലെപ്പോഴും അവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. മജീദ് മാഷിനൊപ്പം റുഖിയെ കൂടി വിട പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബത്തിന് സഹിക്കാൻ കഴിയാത്ത ദുരന്തമായിട്ട് തന്നെ, അതിജീവിക്കാൻ ഏറെ പാടുപെടുന്ന ദുരന്തമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഓരോ വീടുകളിലും ഉണ്ടായ ഈ അപകടമുണ്ടാക്കിയ ശൂന്യത. അതുകൊണ്ട് തന്നെ വാക്കുകൊണ്ടോ മറ്റ് സഹായങ്ങൾ കൊണ്ടൊന്നും ഇതിനെ മറികടക്കുക എന്നുള്ളത് എളുപ്പമാകില്ല. കാരണം അത്രമാത്രം തകർന്നു പോയിട്ടുണ്ട് ഈ ദുരന്തം. ഈ നാട്ടുകാരും അതുപോലെ മാഷിന്റെയും ഭാര്യ റുഖിയുടെയും വീട് സന്ദർശിക്കുകയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ്. ഇതിനുശേഷം മറ്റ് ആളുകളുടെ വീടുകൾ കൂടി സന്ദർശിക്കുമെന്നുകൂടി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. വാൽപ്പാറ വാഹനാപകടത്തിൽ പരിക്കേറ്റ 4 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 3 പേർക്കും 48 മണിക്കൂർ നിരീക്ഷണം ആവശ്യമാണെന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചു. അപകടത്തിൽ സാരമല്ലാത്ത പരിക്കേറ്റ 11 വയസ്സുകാരിയെ കോട്ടക്കലിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കേരളത്തിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘവും അസിസ്റ്റന്റ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പൊള്ളാച്ചിയിലെത്തിയിരുന്നു. സംസ്ഥാന സർക്കാർ തമിഴ്നാട് സർക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. വാൽപ്പാറ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേര് ഇപ്പോഴും കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ഇവിടെയുള്ളത് ചികിത്സയിലുള്ളത് ടെമ്പോ ട്രാവലിന്റെ ഡ്രൈവർ മുഹമ്മദ് ഫായിസ്, അതോടൊപ്പം നൌഷാദ് അലി സ്കൂൾ ബസിന്റെ ഡ്രൈവറാണ്. ഇതിനുശേഷം 48 മണിക്കൂറോളം നിരീക്ഷണം വേണ്ടിവരും എന്നതാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം 11 വയസ്സുകാരൻ, പരിക്കേറ്റ 11 വയസ്സുകാരൻ ഷഹദിൻ മുഹമ്മദ്, ഷഹദിനെ ഇവിടെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഷഹദിനും ഗുരുതരമായ രീതിയിലുള്ള പരിക്കുകളുണ്ട് എന്നാണ് പറയുന്നത്. പരിക്കേറ്റ നൌഷാദിന്റെ ബന്ധു നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഡോക്ടർമാർ പറയുന്നത്? ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് 2 പേർക്ക് ഇപ്പോൾ ഓക്സിജൻ സപ്പോർട്ടിലാണ് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നൌഷാദ് അലി എന്ന് പറഞ്ഞ ആൾക്ക് കുറച്ച് സീരിയസ് തന്നെയാണ്. കാര്യമൊന്നും പറയാറായിട്ടില്ല. 2-3 ദിവസം നോക്കേണ്ടി വരും. അവൻ്റെ വാരിയലുകൾ 2 സൈഡും പൊട്ടിയിരിക്കുന്നു. അതിൻ്റെ ഇത് കാരണം നമ്മളെ ലെൻസിലേക്ക് കയറി ആ ബ്ലീഡിങ് നിൽക്കണം. എന്നാലേ നമുക്ക് കേരളത്തിലേക്ക് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകാനോ അതിനുള്ള സൗകര്യം ചെയ്യാനോ കഴിയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. മലപ്പുറത്ത് നിന്ന് നമ്മളെ മെഡിക്കൽ സംഘം വന്ന് അവർ ഇന്നലെ 3:30-4 മണി മുതൽ അവർ ഇതുവരെയും ഉണ്ടായിരുന്നു. അവരും ആ രീതിയിൽ നമ്മളോട് സംസാരിച്ചിട്ടാണ് പോയത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് കേരളത്തിലാണ്. എങ്കിലും ഇപ്പോഴത്തെ ഈ സാഹചര്യം എടുത്തുകൊണ്ട് നമ്മൾ അത് അവരുടെ മെഡിക്കൽ സംഘത്തിൻ്റെയും ഇവിടുത്തെ ഡോക്ടർമാരുടെയും തീരുമാനപ്രകാരം ആ ഒരു ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷം ചിന്തിച്ച് മെഡിക്കൽ സംഘവുമായി സംസാരിച്ച് എവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാവും. അതിൽ ആ പയ്യനാണ് അഥവാ കുട്ടിയുടെ കാര്യം വളരെ തളർച്ചയിലാണ്. അവൻ്റെ അരക്ക് താഴെ ഇപ്പോൾ ഒന്നുമില്ല, ചലനമില്ല. വളരെ വിഷമത്തിലാണ് ആ ഒരു കുട്ടിയുടെ കാര്യം. അതിൽ ഇപ്പോൾ സീരിയസ് ആയി കിടക്കുന്നത് നൌഷാദ് അലിയാണ്. നൌഷാദ് അലിയെയും മറ്റുള്ളവരെയും നമ്മൾ ഇപ്പോൾ ICUയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലാണ്. അതാണ് ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു പെൺകുട്ടി 11 വയസ്സുള്ള മംസി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇവിടേക്ക് കോട്ടക്കിലേക്ക് മാറ്റിയിരുന്നു. വലിയ ഗുരുതരമല്ലാത്ത പരിക്കായിരുന്നു. പക്ഷേ പിന്നീട് ഇവിടെ അതിനൊപ്പം ഇവിടേക്ക് കൊണ്ടുവന്നിരുന്ന കോയമ്പത്തൂരിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്ന 3 പേരുടെയും ആരോഗ്യനില അത് സങ്കീർണമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നൌഷാദ് അലിയുടെ വാരിയല്ലുകൾ തകർന്ന ആന്തരിക അവയവങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട്, രക്തസ്രാവമുണ്ട് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം മറ്റ് 2 പേരുടെയും നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ 11 വയസ്സുകാരൻ ഷഹദിൻ്റെ അരയ്ക്ക് താഴേക്ക് ഒരു ചലനശേഷിക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കടന്നു പോകുന്ന ടെമ്പോ ട്രാവലർ ഓടിച്ചിരുന്ന മുഹമ്മദ് ഫായിസിനും
വലിയ രീതിയിൽ തന്നെ പരിക്കുകളുണ്ട്. ഏതായാലും സംസ്ഥാനത്തു നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും ഇവരുടെ ഒരു ആരോഗ്യസ്ഥിതി സംബന്ധിയായ വിവരങ്ങൾ ചോദിച്ച് അറിയുന്നുണ്ട്. മറ്റെവിടേക്കും ഇവരെ മാറ്റാനായിട്ട് ഷിഫ്റ്റ് ചെയ്ത് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലാണ് ഇവരുടെ പരിക്കുകളുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന മണിക്കൂറുകൾ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ അതീവ നിർണായകം തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. വാൽപ്പാറ വാഹനാപകടത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിൽ പകരം അധ്യാപകരെ നിയമിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മറ്റും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്നും ശിവൻകുട്ടി. ഈ സംഭവം ഉണ്ടായത് മുതൽ ഇവിടെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും, ഗവൺമെന്റും സ്ഥലം MLAയും മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മറ്റ് MLAമാരെല്ലാം ഈ വിഷയത്തിൽ ഇടപെടുകയും പരമാവധി സഹായങ്ങൾ ചെയ്യുകയും എത്രയും പെട്ടെന്ന് ഈ അപകടത്തിൽ ഇരയായ ആൾക്കാരെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തവരാണ്. ഒരു സ്കൂളിലാണെങ്കിൽ ഒരു ടീച്ചർ ഒഴികെ ബാക്കി എല്ലാവരും നമ്മെ വിട്ടുപോയി. അപ്പോൾ വളരെ അടിയന്തരമായി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആവശ്യത്തിലുള്ള ടീച്ചർമാരെയും മറ്റ് ജീവനക്കാരെയും നിയമിക്കുക എന്നുള്ളതാണ്. സ്ഥല MLAയും അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാവശ്യമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് കുട്ടികളാകെ തന്നെ ഒരു മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നതാണ്. അവർക്ക് കൌൺസിലിംഗ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതാണ്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ കഴിയുന്നവർക്ക് മെച്ചപ്പെട്ട ചികിത്സ അവിടെ കൊടുക്കും. അതല്ല, ചികിത്സ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നാട്ടിൽ ചികിത്സ വേണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നാട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി സഹായം നമ്മളെ വേർപെട്ടുപോയ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതിനുശേഷം ഒരു സമഗ്രമായിട്ട് ഒരു അന്വേഷണം നടത്തുന്നതുമാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. വാർത്ത അത്യന്തം ഞെട്ടലോടെയാണ് കേട്ടത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും വേദനയിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മരണപ്പെട്ട നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തിയ ഈ 9 പേരുടെയും അവരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, നാട്ടുകാരാകെ വലിയ വേദനയിലാണ്. ആ വേദനയിൽ പങ്കുചേരുന്നു. അനുശോചനം ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. നമ്മുടെ നാട് അഭിമുഖീകരിച്ച ഇത്തരം ദുരന്തങ്ങളെ അവശേഷിക്കുന്നവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹം ഈ വേദനകൾ മായ്ച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള സാംസ്കാരികമായ ഒരു തലം ഈ കേരളത്തിലുണ്ട്. ആ തലത്തിൽ നമുക്കെല്ലാം തീർച്ചയായിട്ടും ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കാനും നമ്മുടെ പുതിയ തലമുറയെ ഈ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന പാവപ്പെട്ട നമ്മുടെ കുട്ടികളെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി രൂപപ്പെടുത്താനും സാധിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവണം. ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറെ വേദനാജനകമായ സംഭവമാണ് നടന്നതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. അപകടത്തിൽ മരിച്ച അജിത ടീച്ചറുടെ പുലാമന്തോൾ പാലൂരിലെ വസതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. EP ജയരാജനും ശ്രീമതി ടീച്ചറും അനുശോചനം രേഖപ്പെടുത്തി. ഏറെ വേദനാജനകമായിട്ടുള്ള ഒരു വിയോഗം, പ്രത്യേകിച്ചും വളരെ സന്തോഷപൂർവം യാത്ര പോയ അധ്യാപകരുടെ സംഘം. അതിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ, പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ പാലൂര് സ്വദേശിയായിട്ടുള്ള പ്രിയപ്പെട്ട അജിത ടീച്ചറുടെ വേർപാട് കൂടി ഞങ്ങൾ നാട്ടുകാരെന്ന നിലക്ക് പ്രത്യേകിച്ചും ഏറെ വേദന ഉണ്ടാക്കുന്നതാണ്. മറ്റെല്ലാ മരണങ്ങളും വളരെ സങ്കടകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ളതാണ്. അജിത ടീച്ചർക്കും കുടുംബത്തിനും അവരുടെ ബന്ധുക്കൾക്കൊക്കെ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ്, ആദര അഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്കൊക്കെ ഏറെ സങ്കടത്തോടെ അല്ലാതെ ഈ ഒരു അനുഭവത്തെ, ഈ ഒരു അപകടത്തെ ഓർമ്മിക്കാൻ കഴിയില്ല. വളരെ വളരെ ദാരുണമായിട്ടുള്ള സാഹചര്യം.
നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുഃഖകരമായ സംഭവങ്ങൾ ഈ നാടാകെ ദുഃഖത്തിലാണ്. ജനങ്ങളിലും കേരളീയരെല്ലാം തന്നെ കേട്ടപ്പോൾ തന്നെ വല്ലാത്ത ദുഃഖകരമായ ഈ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളോട്, നാട്ടുകാരോട്, അതുപോലെ തന്നെ സാമൂഹ്യ രംഗവുമായൊക്കെ ബന്ധമുള്ളവരാണ് ഇതിൽപ്പെട്ടത്. അവരെല്ലാം സ്നേഹിക്കുന്ന വലിയ വിപുലമായൊരു ജനവിഭാഗം, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്ന അധ്യാപികമാർ, അവരുടെ എല്ലാം ഈ ദാരുണമായ വേർപാടും അങ്ങനത്തെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ആ കുടുംബാംഗങ്ങളോട് ഞങ്ങളുടെ എല്ലാവിധ നമ്മെ വിട്ടുപോയ 9 പേരുടെയും കുടുംബാംഗങ്ങളുടെ ഒരിക്കലും അവസാനിക്കാത്ത ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. എന്നോടൊപ്പം ഞങ്ങളുടെ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരെല്ലാം ഉണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂട്ടത്തിൽ ഉണ്ട്. ഞങ്ങൾക്കെല്ലാവരും ഒരുപോലെയാണ്. ഇത്രയും ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. സഹിക്കാൻ പറ്റുന്നതല്ല, താങ്ങാൻ പറ്റുന്ന ദുഃഖമല്ല. നമുക്കൊറ്റ കാര്യം മാത്രമേ ഇപ്പോൾ ചെയ്യാൻ കഴിയൂ. അവരുടെ വേദനയിൽ അവരോടൊപ്പം ചേർന്ന് അവരെ ആശ്വസിപ്പിക്കുക. ഇതിനിടെ വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും സാമ്പത്തിക സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് കത്ത് നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അപകടത്തിൽ മരണമടഞ്ഞവരുടെ വീടുകൾ സന്ദർശിച്ചു. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പിന്തുണ നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പ്രയാസമുണ്ടാക്കിയ, ഞെട്ടലുണ്ടാക്കിയ ഒരു അപകടമാണ്. വിനോദയാത്രയ്ക്ക് പോയ ഇത്രയും പേര് ഒരുമിച്ച് അവരുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതിദാരുണമായൊരു സംഭവമാണ്. ഒരു പ്രദേശത്തെ മാത്രമല്ല, കേരളത്തെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തിയ, വിഷമിപ്പിച്ച ഒരു ദുരന്തമാണ്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളുണ്ടാവണം. പല കുടുംബങ്ങളും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് അംഗങ്ങളുള്ള കുടുംബങ്ങളാണ് പലതും. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ആദ്യം വന്ന വീട്ടിലെ തന്നെ മജീദ് മാഷിന്, അദ്ദേഹം ബ്ലൈൻഡ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാർ ബ്ലൈൻഡാണ്. ആ കുടുംബത്തെ നോക്കുന്ന അദ്ദേഹമാണ്. അതെല്ലാം പ്രത്യേകമായി പരിഗണിച്ച് ഓരോ കേസും പ്രത്യേകമായി നോക്കി അവരെല്ലാം കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ കൂടി അക്കാര്യത്തിൽ മുൻകൈയെടുക്കും, ഉറപ്പായിട്ട്. ബഹുമാനപ്പെട്ട MLAയും എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങളും ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അവരുടെ എല്ലാ ചികിത്സയും സൗജന്യമായി ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. ബാക്കിയുള്ള ഏത് സഹായം വേണമെങ്കിലും അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും.